നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 2026 പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. പുതിയ വർഷം 2026 അശ്വതി നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ഈ 2026 6-ാം മാസം 2-ാം തീയതി വരെ വേഴഗ്രഹം മിഥുനം രാശിയിലാണ് നിൽക്കുന്നത്. 2026 6-ാം മാസത്തിൽ വേഴൻ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും. 2026 ഒക്ടോബർ മാസം അവസാനം ചിങ്ങത്തിലേക്ക് പ്രവേശിക്കും. 2027 ജനുവരി മുതൽ ചിങ്ങത്തിൽ നിന്നും വീണ്ടും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും. അപ്പം മേടക്കൂറുകാർക്ക് 3-ലും 4-ലും 5-ലുമായിട്ടാണ് വേഴഗ്രഹം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ 6-ാം മാസം വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വേഴം 3 നിൽക്കുമ്പോൾ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ് വേഴം. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിലെ ചെറിയ ശത്രുതയും വിരോധമൊക്കെ വരും. സഹോദരങ്ങൾ തമ്മിലുള്ള വിരോധം, സഹചാരികൾ തമ്മിലുള്ള വിരോധമൊക്കെ വരും. അതേപോലെ ഭാഗ്യത്തിനൊക്കെ തടസ്സം, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും വിജയിച്ച് നേടാൻ പറ്റണില്ലെന്നുള്ള പ്രയാസങ്ങൾ, ചെറിയ ചെറിയ മാനസിക വിഷമതകൾ, കലഹങ്ങൾ. അരിഭവനെ സഹജൈവ ബൃഹതാം ഭക്തിയോ സ്ഥിരേ കലഹാന്നാണ്. അപ്പം കലഹങ്ങളും വിരോധങ്ങളും ഒക്കെ ഉണ്ടായിപ്പോവും. ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് വേണ്ടാന്ന് നമുക്കങ്ങ് തോന്നിപ്പോവും. അങ്ങനെ പൊതുവെ സമ്പത്തിനും സന്തതികാരകനാണ് വേറെ. സന്താനങ്ങളോട് പോലും നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാതെ വരും. പിള്ളേർ കലപിച്ചു പോയി. പിള്ളേർക്ക് വേണ്ടിയും കുറച്ച് പൈസയൊക്കെ നമുക്ക് ചിലവാക്കേണ്ടി വരും. അവിടെ വിദ്യാഭ്യാസം, ജോലി, ഭാഗ്യം, ബിസിനസ്, വിദേശ യാത്ര, ഇതിനൊക്കെ കുറച്ച് പൈസ പിള്ളേർക്കും ചിലവാക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ 6-ാം മാസം വരെ ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ വേഴൻ നമുക്ക് കർക്കിടകൻ രാശി പ്രവേശിക്കുകയാണ്. അപ്പോൾ വേഴൻ 4-ലാണ് വരുന്നത്. വേഴൻ 2027 ജനുവരി വരെ 4 നിൽക്കുമെങ്കിലും ആ 10-ാം മാസം 2026 10-ാം മാസം ആകുമ്പോഴത്തേക്കും വേഴൻ വീണ്ടും ചിങ്ങരാശിയിലേക്ക്, കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശി പ്രവേശിക്കുമ്പോൾ നമുക്ക് വേഴൻ 4 നിൽക്കുന്നുണ്ട്. 4 നിൽക്കുമ്പോൾ ക്ഷേത്രം, സുഖം, വാഹനം, ആസന്റെ വീട്, വസ്തു, കെട്ടിടം, വാഹനം, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ചിങ്ങൻ രാശിയിൽ വേഴം വരുമ്പോൾ 5-ലാണ് വരുന്നത്. അപ്പോൾ പുത്രസ്ഥലാവോ അഥവാ ആരോഗ്യം തീ പ്രതിബോധയശ മനസന്തുഷ്ട പുണ്യോദയ. അങ്ങനെ ഈ വർഷം ആദ്യകാലം നമുക്ക് ഇത്തിരി 6-ാം മാസം വരെ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം അവസാനം വരെ വേഴഗ്രഹം 4-ലും 5-ലും സഞ്ചരിക്കുന്ന സമയം നമുക്ക് നല്ലതാണ്. 5-ൽ നിന്ന് വീണ്ടും 4-ലേക്കാണ് വരുന്നത്. അപ്പോൾ 4 എന്ന് പറയുന്നത് ക്ഷേത്രം, സുഖം, വാഹനം, ആസനൻ്റെ വീട്, വസ്തു, കെട്ടിടം, വാഹനം, ഇതൊക്കെ ഉണ്ടാകാൻ യോഗമുള്ള സമയം. ഉള്ള വസ്തുക്കൾ ചിലത് വിറ്റിട്ട് വേറെ ചില വസ്തുക്കളും സ്ഥലങ്ങളും വാങ്ങിക്കാം എന്ന് വിചാരിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വേഴൻ അനുകൂലത്തിൽ നിൽക്കുമ്പോഴും വസ്തുവും സ്വത്തും ഒക്കെ ചിലത് വിൽക്കണമെന്ന് തോന്നണമെന്ന് വെച്ചാൽ, മേടക്കൂറുകാർക്ക് 2025 മാർച്ച് മാസം മുതൽ ഏഴരാണ്ട് ശനി എന്ന് പറയുന്ന ഒരു ദോഷവും കൂടെ ഉണ്ട്. അപ്പോൾ ഏഴരാണ്ട് ശനി രാമലക്ഷ്മണന്മാർ വരെ രാജ്യവും ഭരണവും ഒക്കെ നഷ്ടപ്പെട്ട് വനിതകേറിയ സമയമാണ്. വേഴത്തിൻ്റെ അനുകൂലമായ സഞ്ചാരം കൊണ്ട് വീടും വസ്തുവും ധനവും സമ്പത്ത്, സന്തതിയൊക്കെ ഐശ്വര്യവും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവും. ആ കാര്യങ്ങൾ ഉറപ്പാണ്. പക്ഷേ ഏഴരാണ്ട് ശനി എന്ന് പറയുന്നത് നാനാരോഗം എന്നാണ്. ഒന്ന് മാറി ഓരോ അസുഖങ്ങൾ, ചെറിയ അസുഖം വന്നാലും പെട്ടെന്ന് മാറൂല. സുഖത്തിനും സാമ്പത്തികം, ദാമ്പത്തികം, പുരോഗതിക്ക് തടസ്സം വരും. സാമ്പത്തികം എത്ര ലക്ഷം രൂപ നമ്മളെ കൈ കിട്ടിയാലും, വലിയ ലോൺ എടുത്താലും, വസ്തു വിറ്റാൽ ഈ പൈസ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഒരു വസ്തു വിൽക്കുന്നത്. പക്ഷെ അത് വേണ്ട, അതിനേക്കാളും വേറൊരു കാര്യം ചെയ്യാന്ന് കരുതി ചിലപ്പം ഈ ഉണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ കയ്യിരിക്കുന്ന പൈസ വകമാറ്റി ചിലവാക്കി അതുമില്ല ഇതും ഇല്ലാതാക്കി കളയരുത്. സ്ഥാനമാനങ്ങൾക്ക്
അനർത്ഥങ്ങളുണ്ടാകും. നമുക്ക് കിട്ടേണ്ടുന്ന പ്രോഫിറ്റ്, കമ്മീഷൻ, അധികാരം, സാലറി, പ്രൊമോഷൻ ഇതൊക്കെ കിട്ടാൻ ചെറിയ തടസ്സങ്ങളൊക്കെ വരും. തടസ്സം വരണത് മാത്രമല്ല, നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളും വിജയ നേട്ടങ്ങളും മറ്റുള്ളവർ അപഹരിക്കാനും തട്ടിപ്പറിക്കാനും പാര വച്ച് തള്ളിയിടാനൊക്കെ ശ്രമിക്കും. നമുക്കിനി ഈ സ്ഥലവും വേണ്ട, ജോലിയും വേണ്ട എന്ന് തോന്നി പലവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നിന്നും ആ ജോലിയിൽ നിന്നൊക്കെ കളഞ്ഞിട്ട് പോകാനൊക്കെ തോന്നും. അങ്ങനെയുള്ള ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടി നമുക്ക് കുഴപ്പങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കണം. സ്ത്രീബന്ധുർക്ക് സുഖച്യുതി എന്നാണ്. സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഉള്ള സുഖത്തിന് ച്യുതി വരും. ച്യുതം നാശം, അച്യുതൻ നാശം ഇല്ലാത്തവർ. അപ്പോൾ കൂടുതലും ആണുങ്ങളെയല്ല പേടിക്കേണ്ടുന്നത്, അച്ഛനും സഹോദരങ്ങളും ഒക്കെ സഹായിക്കും. ഏഴരാണ്ടച്ഛനെ സമയത്ത് ചെങ്കോലും കിരീടവും രാജ്യവും ഭരണവും ഒക്കെ അച്ഛനാണ് രാമലക്ഷ്മണന്മാർക്ക് കൊടുത്തത്. ലക്ഷ്മണൻ കൂടെ വനത്തിൽ പോയതേ ഉള്ളൂ. ലക്ഷ്മണനും കൂടെ സഹോദരങ്ങളും വിരോധിച്ചില്ല. ഭരതനും രാജ്യവും ഭരണമൊക്കെ നോക്കി രാമന് വേണ്ടി ജീവിച്ചതേ ഉള്ളൂ. പക്ഷെ അമ്മയും വേലക്കാരിയൊക്കെയാണ് പാരകൾ പണിഞ്ഞത്. അപ്പോൾ സ്വന്തം അമ്മ പോലും നമ്മളെ ഇരിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ്, വേണമെന്ന് പറഞ്ഞ് തരാനുള്ളത് തരിയില്ല. നമ്മളെ ഇരിക്കുന്നത് പിടിച്ചു വാങ്ങിക്കാനും കൂടി ശ്രമിക്കുന്ന അവസരങ്ങളുള്ള സമയമാണ്. അതുകൊണ്ട് അമ്മമാരോട് ആരോടും വിരോധം വേണ്ട. അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും അമ്മയെപ്പോലെ കരുതുന്നവരും അമ്മാവിമാരൊക്കെയാണ് പാരകൾ. അവരോട് സ്നേഹം കാണിച്ചാൽ അവർ ശത്രുവാവാതെയെങ്കിലും നമ്മളെ സ്നേഹിച്ച് സഹായിക്കും. വിരോധം കാണിച്ചാൽ കൈ ഇരിക്കുന്നതും കൂടെ വിളിച്ചു വാങ്ങിക്കും. പിന്നെ വീഴ്ച, ഒടിവ്, അപകടം, ചെയ്യാത്ത കാര്യത്തിന് പോലീസ് കേസുകൾ, അപവാദങ്ങൾ, നല്ലത് ചെയ്താലും മോശമാണ് ചെയ്തത് എന്ന് പറയുന്ന തരത്തിൽ ചില വിശ്വാസവഞ്ചനകളും ചതികളും പാരകളും സ്ത്രീകളെ കൊണ്ടുള്ള വിഷമതകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. രാഹു നമുക്ക് 11-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രാഹുവിനെ കുറിച്ച് വിഷമിക്കേണ്ട. ഡിസംബർ വരെ രാഹു കുംഭൻ രാശി തന്നെ കാണും. അപ്പം അതുകൊണ്ട് നമുക്ക് രാഹു 11 നിൽക്കുന്ന സമയം ശത്രുജയം, രോഗശാന്തി, ബന്ധുഗുണം, ജീവിത നേട്ടങ്ങൾ, പുലിയെപ്പോലെ നിന്നവരും പൂച്ചയെപ്പോലെ സ്നേഹിച്ചു വരാനുള്ള യോഗം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ സാമ്പത്തികവും ദാമ്പത്യവും മുതലായ കാര്യങ്ങളും അസുഖങ്ങൾക്ക് മരുന്നും മന്ത്രവും നമുക്ക് വേണം. അതിന് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയം, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജയൊക്കെ ചെയ്താൽ നല്ലതാണ്. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ദോഷങ്ങൾ കുറച്ചുപോലും ബാധിക്കാതെ നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ എന്നാൽ ജാതകത്തിലും കൂടെ ദശാകാല ദോഷങ്ങളോ ഗ്രഹപ്പിഴകളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് നമുക്ക് ബാധിക്കപ്പെടാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പം എന്തുകൊണ്ടും നമുക്ക് വ്യാഴൻ എന്ന് പറയുന്ന ഗ്രഹം 4-ലേക്കും 5-ലേക്കും വരുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മെച്ചങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വരുന്ന 6-ാം മാസം വരെ നമുക്ക് വ്യാഴം 3 നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യതടസ്സങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും വിചാരിച്ച കാര്യങ്ങൾക്ക് മുടക്കങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് വിഷ്ണുവിനെ ഭജിക്കണം. 7-ാണ്ട് ശനിക്ക് ശാസ്താവിനെ ഭജിക്കണം. കാലഭൈരവ സ്വാമിയെ, ഹനുമാൻ സ്വാമിയൊക്കെ ഭജിക്കണം. എന്നിട്ട് നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം. നമ്മൾ വീട്ടിലിരുന്ന് ജപിച്ചാൽ അമ്പലത്തിൽ പോകുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നമ്മളുടെ ടവറിൻ്റെ മുമ്പ് ചെല്ലുമ്പോഴാണ് നമ്മളെ നെറ്റ്വർക്ക് നല്ല രീതിയിലാകുന്നത്. അപ്പോൾ നമ്മൾ ദൂരെ അകന്ന് നിൽക്കുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോണ് കൊണ്ടും നല്ല ഫൈവ് സിം ഉണ്ടെങ്കിലും നമുക്ക് ഗുണം കിട്ടാതായിപ്പോകും. അപ്പോൾ അതേപോലെ കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം. പിന്നെ വളരെ ഉത്സാഹവും സാമർഥ്യവും ധൈര്യവും വീര്യവും ബുദ്ധിശക്തികളും സാഹസ്യതയൊക്കെ ഉള്ള നാളാണ്, കൂറാണ് ഈ മേടക്കൂറ്. കാരണം ചൊവ്വയാണ് രാശിയിലെ അധിപൻ. അപ്പോൾ ക്രൂരത തരുണമൂർത്തി ഉദാരകാഹ പൈത്തികസ്സു ചബലഹ കൃഷമധ്യ എന്നാണ്. അപ്പം നമുക്ക് ഒരാളെ നോക്കിയാൽ അയാൾ വിരോധിച്ച് നോക്കിയെന്നേ തോന്നും. നമ്മളെ സ്നേഹത്തിലാണ് നോക്കിയാൽ പോലും അവർക്ക് വാശിയോടുകൂടിയാണ് പെരുമാറുന്നത് തോന്നിപ്പോകും. ഉദാരമതിയാണ്, എല്ലാവർക്കും സഹായം ചെയ്യും. ഇനി ഒരു കാര്യം വേണോ വേണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേന്ന് നമുക്ക് ഇങ്ങനെ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ തോന്നൽ ചിലപ്പം നമ്മൾ തീരുമാനിച്ച കാര്യം പെട്ടെന്ന് വേണ്ടാന്നും തോന്നിപ്പോവും, വേണമെന്നും തോന്നിപ്പോവും. അപ്പോൾ അത് ആലോചിച്ച് എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ ശ്രദ്ധാഭക്തി പുരസ്സരം നമ്മൾ ചെയ്യണം. പിന്നെ സ്വന്തം ഇഷ്ട താല്പര്യത്തിനനുസരിച്ചാണ് അവർ പെരുമാറുന്നത്. അവരുടെ കാര്യം നടക്കാനും അവർ ചെയ്യുന്ന ജോലിയിലും വളരെയധികം പരിശ്രമവും കാര്യങ്ങളും എപ്പോഴും
പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ തടസ്സങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് നടക്കേണ്ടുന്ന കാര്യങ്ങളും വേണ്ടാന്ന് തോന്നിപ്പോകുന്നത്. അതുകൊണ്ട് നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദോഷങ്ങളുമാകും. എന്തുകൊണ്ടും ഏഴരാണ്ട ശനിക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത വേഴത്തിൻ്റെ അനുകൂലപരമായ സഞ്ചാരകാലം കൊണ്ട് നമുക്ക് വീട്ടിനും കുടുംബത്തിനും വ്യാപാരത്തിനും പ്രവൃത്തിക്കും ചെയ്യുന്ന മേഖലകളിലും സ്ഥാനമാന അംഗീകാരങ്ങളൊക്കെ കിട്ടും. 2026 ആറാം മാസം കഴിയുമ്പോൾ വേഴം 4-ലേക്ക് വരും. ആ മാറ്റം ഗുരുശുക്ര കേന്ദ്രകൈ വാ സുഖിതാഹസ്തത്രാതുരോ വാര്യ. എത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും എത്ര വിഷമിച്ച് കഴിയുന്ന ആളിനും നല്ല ഐശ്വര്യങ്ങളും സുഖനന്മകളും ഭാഗ്യങ്ങളും കുടുംബത്തിൽ നമുക്ക് വളരെ സന്തോഷവും വേഴ ഉച്ചത്തിലാണ് വരുന്നത്. അപ്പം ശുംഖസ്ഥിതേ തനുവതോ സദനസ വീരാൻ ജയതാൻ ദിഷാം കലുഭവേൽ പ്രഥമാന തേജോ എന്നാണ്. സദനം നല്ല പൈസ കിട്ടും, ഉത്സാഹം കിട്ടും. ജേതാവ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിന് പോയും വിജയിച്ച് നേടി വരുന്ന ആളിനെ ജേതാവ് എന്ന് പറയുക. അപ്പം നമ്മൾ പോണ കാര്യങ്ങൾ വിജയിച്ച് നേടും. അഭിമാനം, തേജസ്, ഐശ്വര്യം എല്ലാം ഉണ്ടാവും. പിന്നെ ഈ ഏഴരാണ്ട് ശനിക്ക് കാലഭൈരവ ക്ഷേത്രത്തിൽ അമാവാസി പൂജയ്ക്കും കാലഭൈരവ പൂജയ്ക്കൊക്കെ കൊടുക്കണം, നല്ലതായിരിക്കും. എല്ലാ കർത്തവാവിനും അമാവാസിയിലെന്നും കാലഭൈരവ ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ, ഭഗവതി പൂജ, 10 മണിക്ക് മുത്തഞ്ചി ഹോമം, യമരാജ പൂജ, 4 മണിക്ക്, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7:30 വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, വിശിഷ്ടമായിട്ടുള്ള പൂജാചാരങ്ങളൊക്കെ ഉണ്ട്. ജാതകപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണമെങ്കിൽ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നോക്കും. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വേഴത്തിൻ്റെ അനുഗ്രഹം, രാഹുവിൻ്റെ അനുഗ്രഹം വളരെ വിജയകരമായിട്ടും സ്വസ്ഥതയും സമാധാനപരമായിട്ടും ജീവിത ലക്ഷ്യങ്ങൾ നേടിക്കിട്ടുന്നതിന് തീർച്ചയായിട്ടും സാധിക്കും. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.